ഹലോ ഫ്രണ്ട്സ്, ഗുഡ് മോർണിംഗ്. എല്ലാവർക്കും സുഖമാണോ? ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത എല്ലാവർക്കും ഒത്തിരി നന്ദി. ഇന്ന് നമുക്ക് തമിഴ്നാട്ടിലെ ഏറെ പ്രശസ്തമായ ഒരു ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കാം. അത് എങ്ങനെയാണ് ഉണ്ടാക്കേണ്ടതെന്ന് പറഞ്ഞ് നമുക്ക് നോക്കാം. ഇതിൻ്റെ പേര് പൊങ്കൽ എന്നാണ് പറയുക. ഇത് ഉപ്പിട്ടാണ് ഉണ്ടാക്കുന്നത്, മധുരമുള്ളതല്ല. നല്ല ഒരു ഹെൽത്തിയായ ഒരു ബ്രേക്ക്ഫാസ്റ്റാണ് ഇത്. നമ്മളെല്ലാവരും ഉണ്ടാക്കി കഴിച്ച് ശീലിക്കുകയാണെങ്കിൽ നമുക്ക് നല്ല ആരോഗ്യം ഉണ്ടാവും. കാരണം ഇതിൽ എണ്ണ ഒന്നും നമ്മൾ ചേർക്കുന്നില്ല. ഇത് തിനയാണ് കേട്ടോ, മില്ലറ്റ് അറിയാമല്ലോ എല്ലാവർക്കും. അത് 1 കപ്പ് എടുക്കുക. 1/2 കപ്പ് പയറ് പരിപ്പാണ് എടുക്കേണ്ടത്. പിന്നെ അത് കഴിഞ്ഞ് 1/4 ടീസ്പൂൺ ജീരകം, 1/4 ടീസ്പൂൺ കുരുമുളക്, ഇത്രയും ആവശ്യമുള്ളൂ. ആവശ്യത്തിന് ഉപ്പും കൂടെയാണ് വേണ്ടത്. കണ്ടോ, തിനയും പയറ് പരിപ്പും നന്നായിട്ട് കഴുകി കുക്കറിൽ എടുത്തിരിക്കുകയാണ്. അപ്പം ഞാൻ 1 കപ്പ് തിനയും 1/2 കപ്പ് പയറ് പരിപ്പാണ് എടുത്തത്. അതിനും 3.5 കപ്പ് വെള്ളമാണ് നമുക്ക് എടുക്കേണ്ടത്. അതിൻ്റെ കൂടെ ഈ 1/4 ടീസ്പൂൺ ജീരകവും 1/4 ടീസ്പൂൺ കുരുമുളകും ആവശ്യത്തിന് ഉപ്പും ചേർത്തിരിക്കുകയാണ്. ഇനി നമുക്ക് കുക്കർ അടച്ച് വെയിറ്റിട്ട് 2 വിസിലാണ് നമ്മളിത് വേവിച്ചെടുക്കേണ്ടത്. കണ്ടോ, നമ്മുടെ പൊങ്കൽ നന്നായിട്ട് വെന്ത് കണ്ടോ, ഇതാണ് കറക്റ്റായിട്ടുള്ള നമുക്ക് നമ്മൾ കറക്റ്റായിട്ട് വെള്ളം വെച്ചിട്ടുണ്ട്. 3.5 ഗ്ലാസ് വെള്ളം വെച്ച് കറക്റ്റായിട്ട് വെന്ത് നല്ല കറക്റ്റായിട്ടുള്ള സ്റ്റേജിൽ എത്തിയിട്ടുണ്ട്. ഇനി നമുക്ക് കടുക് വറുക്കാം. യഥാർത്ഥത്തിൽ ഈ കടുക് വറുക്കേണ്ട ആവശ്യമില്ല. സാധാരണ ഞാൻ കടുക് വറുക്കാറില്ല. ഇന്ന് നിങ്ങൾക്ക് വേണ്ടിയിട്ടാണ് കടുക് വറുക്കുന്നത്. കാരണം കൊച്ചുകുട്ടികളല്ലേ, അപ്പോൾ നിങ്ങൾ കുറച്ചുകൂടെ ടേസ്റ്റി ആയിട്ട് ഹെൽത്തി ആയിട്ട് കഴിക്കാൻ വേണ്ടിയിട്ടാണ്. 1 സ്പൂൺ 1-2 സ്പൂൺ കേട്ടോ. അതാണ്ട് ഞാൻ ഇപ്പോൾ 1 സ്പൂണേ ഇട്ടിട്ടുള്ളൂ. കാരണം ഞങ്ങൾക്ക് ഒത്തിരി ഒന്നും ഈ എണ്ണയും നെയ്യും ഒന്നും ഉപയോഗിക്കാൻ പറ്റില്ല. അതുകൊണ്ടാണ്. നെയ്യ് ചൂടായതിനു ശേഷം ഈ വറ്റൽ മുളക് ഇടണം. വറ്റൽ മുളകിട്ട് ഇതിനെ നന്നായിട്ട് ഫ്രൈ ചെയ്യും. അതിൻ്റെ കൂടെ കുറച്ച് കാഷ്യൂനട്ട് 5-6 എണ്ണം മതി കേട്ടോ, ഒത്തിരി ഒന്നും വേണ്ട, ആവശ്യമില്ല. നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ ഇട്ടോ, എത്രത്തോളം ഇടുന്നു അത്രത്തോളം നല്ല ടേസ്റ്റ് ആയിരിക്കും. ഞങ്ങൾക്ക് വേണ്ട. ശകലം കരിവേപ്പില ഇതും കൂടെ ഇട്ട് നന്നായിട്ട് ഫ്രൈ ചെയ്യുക. എന്നിട്ട് ഈ പൊങ്കലിലേക്ക് ഇടണം. ഇട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കണ്ടോ, നമ്മുടെ ഹെൽത്തിയായ പൊങ്കൽ റെഡി. ഇത് ബ്രേക്ക്ഫാസ്റ്റായിട്ട് നമുക്ക് കഴിക്കാം കേട്ടോ. ഇതിൻ്റെ കൂടെ സാമ്പാറും ചട്നിയും കൂട്ടാം, വടയും ഉണ്ടാക്കി കഴിക്കാം. പിന്നെ ഒത്തിരി എണ്ണ ആയതുകൊണ്ടാണ് ഞാൻ വട ഒന്നും ഉണ്ടാക്കാത്തത്. നിങ്ങൾക്ക് വടയും കൂടെ ഇതിൻ്റെ കൂടെ പരിപ്പ് വട അല്ലെങ്കിൽ ഉഴുന്ന് വട കൂടെ ഉണ്ടാക്കി ഇതിൻ്റെ കൂടെ കഴിക്കാവുന്നതേ ഉള്ളൂ. വളരെ ഹെൽത്തിയായ ഒരു ബ്രേക്ക്ഫാസ്റ്റാണ്. എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ, സീ യു.